പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ 83ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസിയെ നമ്മുടെ ദൈവന സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ മൈക്കിൾ സാമാണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ ഒമാനിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. ഒമാനിലുള്ള ഹോളി ഗ്രേസ് മിനിസ്ട്രീസ് ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. സോദരം എന്നെ ഈ പ്രാർത്ഥനയ്ക്ക്, ഈ മീറ്റിങ്ങിന് ക്ഷണിച്ചതായ സിസ്റ്റർ സിജി സിസ്റ്ററിനായി നന്ദി പറയുന്നു. അവരുടെ ഭർത്താവ് ഡെന്നിസ് ബ്രദറിനായി നന്ദി പറയുന്നു. അവർക്ക് കൊടുത്ത നല്ല തലമുറയ്ക്കായി നന്ദി സ്തോത്രം ചെയ്യുന്നു. അമ്മച്ചിക്കായി സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ കർത്താവ് ഇന്നും കൂടുതൽ മീറ്റിങ്ങുകൾ ചെയ്യുവാൻ ദൈവം അവരെ ഉപയോഗിക്കട്ടെ. സ്തോത്രം. ആമേൻ. 83ാമത്തെ ഈ റിവൈവൽ ഫെലോഷിപ്പില് വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ആമേൻ. സ്തോത്രം. ഞാൻ ഇന്ന് ഈ മീറ്റിങ്ങിൽ കയറുന്നവനായി ഇല്ല. ഞാൻ ദുബായ് ബോർഡറിൽ നിന്ന് ഞാൻ മീറ്റിങ്ങിന് പോകേണ്ടവനാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1.5 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് അവിടെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയി. പക്ഷേ സിസ്റ്റർ കളിഞ്ഞാച്ച എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഫുൾ ബിസി ആണെന്ന് പറഞ്ഞു. പക്ഷേ ആ ചോദ്യം ഞാൻ ആ മറുപടി പറഞ്ഞിട്ട് അടുത്ത 2 ദിവസത്തിൽ എനിക്ക് 2 ഇവിടെ ഓഫ് കിട്ടുവാൻ ദൈവം സഹായിച്ചു. അതിന്റെ പേരിലാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വചനമായി നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. സോദരം. എനിക്ക് മുമ്പ് ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്തതായ ആ 3 കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൊഫഷണലായിട്ട് കീബോർഡ് വായിച്ച ആ ബ്രദറിനായി നന്ദി പറയുന്നു. സോദരം. നല്ല പ്രൊഫഷണലായിട്ട് വായിച്ചു, നന്നായിട്ട് കുഞ്ഞുങ്ങൾ പാടി. ഇന്നും വരും ദിവസങ്ങളിൽ ദൈവം വരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. ഞാൻ തമിഴ്നാട്ടിൽ ചേർന്നവനാണ്. എനിക്ക് മലയാളം കൂടുതൽ അറിയത്തില്ല. എന്നാലും ദൈവം ശുശ്രൂഷിക്കുമ്പോൾ ദൈവം സഹായിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മിക്കവാറും എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. എനിക്ക് എല്ലാവരുടെ ഫേസ് കണ്ടിട്ട് ഒന്ന് ശുശ്രൂഷിക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും സോദരം വീഡിയോ ഓൺ ചെയ്യണമെന്ന് ഞാൻ ദൈവനാമത്തിൽ പറയുന്നു. സോദരം. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോദരം. അതുകൊണ്ട് നിങ്ങളുടെ മുഖം കണ്ട് ശുശ്രൂഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോദരം. ആമേൻ. ശുശ്രൂഷകൾ നമുക്ക് സോദരം പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പാടുവാൻ കഴിയും. സോദരം. എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു അനുഗ്രഹിക്കപ്പെട്ട സോദരം ഞാൻ വചനം പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനും പറ്റും. സോദരം. പക്ഷെ ദൈവാത്മാവ് ഇതിനകത്ത് ചലിക്കണമെങ്കിൽ നിങ്ങളുടെ കരുത്തേറിയ പ്രാർത്ഥന ഇവിടെ ആവശ്യമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇവിടുത്തെ ശുശ്രൂഷകൾ, ആത്മീകമായിട്ടുള്ള ശുശ്രൂഷകൾ ഇന്ന് രാത്രികാലം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഇവിടെ കരുത്തേറിയ ദൂതുകൾ ദൈവം കൈമാറാൻ പോകുന്നത്. ആമേൻ. സോദരം. പാടിന്റെ 15ാം അധ്യായം അതിന്റെ 22ാം വാക്യം. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. സോദരം. താങ്ക് യു. നമ്മളിവിടെ നമ്മൾ എല്ലാവരും വായിച്ചു കേട്ടു. സോദരം. മോശ സോദരം ആ മരുഭൂമിയിൽ സോദരം ആ ജനത്തിനെ സോദരം വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്ക് സോദരം കാണുവാൻ കഴിയും. സോദരം. ചെങ്കടൽ ആദ്യം ഇവർക്കെതിരെ വന്നായിരുന്നു. ചെങ്കടൽ ഇത്രയും വലിയ പ്രശ്നം അവർക്ക് എതിരെ വന്നപ്പോൾ സോദരം ആ ചെങ്കടലിനെ തുറക്കുവാൻ യഹോവയുടെ ഭുജം മോശയുടെ കയ്യിൽ ഇറങ്ങി വന്നു. ആ ചെങ്കടലെ തുറന്നു. ദൈവം ആ ജനത്തെ, ആ കൂട്ടത്തെ ദൈവം അക്കരയ്ക്ക് ദൈവം കൊണ്ടുവന്നു. അക്കരയ്ക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചിന്തിക്കും ചെങ്കടൽ തുറന്നു കഴിഞ്ഞാൽ ഇനി എല്ലാം ഓക്കെയാണ്. ഇനി എല്ലാം റൂട്ടുകളും ഓക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കും. ഈ കൂട്ടം അവിടെ നിന്ന് അക്കരയ്ക്ക് വന്നതിന് ശേഷം അടുത്ത ഈ കൂട്ടം അടുത്തൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു. മാരായുടെ ഒരു അനുഭവത്തിലേക്ക് കയറുന്നു.
ഇവർ കുടിക്കുന്ന ഒരു സഹോദരൻ വെള്ളത്തിന്റെ അരികിലേക്ക് ഈ കൂട്ടം വരുന്നു. അവിടെ വരുന്ന സമയം വെള്ളത്തിന് ഒരു ആദ്യം എടുത്ത് കുടിക്കുമ്പോൾ ഒരുത്തൻ പറയുന്നു, ഇവിടത്തെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല. സഹോദരം ഈ വാക്ക് മോശ കേട്ടപ്പോൾ ഇവൻ തളർന്നു പോയിട്ടില്ല. അവനക്ക് അറിയാം, സഹോദരം, എന്നെ ചെങ്കടലിലൂടെ ദൈവം കടത്തിവിട്ട് ഇതിനെ കൊണ്ടുവന്ന ദൈവം ഈ മാരായിനെയും മധുരമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. സഹോദരൻ, ഞാൻ പറയട്ടെ, 30 ലക്ഷം ജനമുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഉണ്ടെങ്കിൽ സഹോദരം ഭയങ്കര വിടുതലാണ്. സഹോദരൻ, 30 ലക്ഷം ജനത്തിനും ഈ മാരായുടെ അനുഭവത്തിനെ മധുരമാക്കി കൊടുക്കുവാൻ ഉള്ള കാര്യത്തെ സൊല്യൂഷന് ദൈവം കാണിച്ചു കൊടുത്തില്ല. മറിച്ച് ആ കൂട്ടത്തിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മോശയ്ക്ക് സഹോദരൻ അവിടെ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുന്നു. വൃക്ഷം കാണിച്ചു കൊടുത്തപ്പോൾ ആ വൃക്ഷം എടുത്ത് ആ വെള്ളത്തിൽ ഇട്ടപ്പോൾ ആ മാരയുടെ അനുഭവങ്ങൾ മധുരമായി മാറുന്നു. ഞാൻ ഇന്ന് പറയാം, നിന്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ഒരു വാതിൽ തുറന്നു തന്നോ, ആ വാതിലോടെ നീ പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ ദൈവം ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിനെ സഹോദരം എൻഡിലേക്ക് കൊണ്ടുവരുന്നത് പിശാചല്ല, സഹോദരം സാഗരജ്യമല്ല. തുറന്നത് ദൈവമാണോ? നിന്റെ എല്ലാ സ്റ്റേജുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ നടത്തും. എത്ര പേര് വിശ്വസിക്കുന്ന ദൈവജനത്തിനെ ഓർത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ നടത്തി. ഈ പരസ്യ ശുശ്രൂഷയിൽ സഹോദരം നമുക്ക് അറിയുവാൻ കഴിയും. സഹോദരം യേശു കർത്താവ് ശുശ്രൂഷ തുടങ്ങുമ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ശുശ്രൂഷ അവസാനിക്കുമ്പോഴും സഹോദരൻ യേശു കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നല്ലൊരു ആമേൻ പറയാമോ? സഹോദരം, യേശു കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരം, ലൂക്കോസ് എഴുതുന്ന സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് chapter 3 verse 21. ജനമെല്ലാം സ്നാനമേൽക്കുകയാൽ യേശു സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു. Amen. ജനമെല്ലാം സ്നാനം ഏറ്റെടുക്കുമ്പോൾ സഹോദരം യേശു കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നു. ജനമെല്ലാം സഹോദരം സ്നാനം എടുക്കുമ്പോൾ ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെ ആരും പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ യേശു കർത്താവ് മാത്രം പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിച്ചത് സഹോദരം അവിടെ സ്വർഗം സഹോദരം യേശുവിന് വേണ്ടി സ്വർഗം തുറന്നു. ഇന്ന് ഞാൻ പറയാം, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഈ വചന ശുശ്രൂഷ നിങ്ങളോട് കൈമാറുമ്പോൾ സഹോദരം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കും. സ്വർഗം നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം നിങ്ങളോട് സംസാരിക്കും. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം നിങ്ങളോട് സംസാരിക്കും. ഇന്ന് രാത്രികാലം അതിന്റെ ദിവസമാണ്. ആമേൻ. സഹോദരൻ, നീ താൽക്കാലികമായി ഇതിനകത്ത് കയറി വന്നതല്ല. സഹോദരം, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കും. സ്വർഗം ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിരിക്കും. നമ്മൾ ചർച്ചിൽ പോകാറുണ്ട്. നമ്മൾ ചർച്ചിൽ പോയിട്ട് സഹോദരം മറ്റവൻ ആരാധിച്ചാൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ സഹോദരം മറ്റവർ കൈയടിക്കുമ്പോൾ നമ്മൾ കൈയടിക്കാറുണ്ട്. അതങ്ങനെ അല്ല. വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹലോ, ആമേൻ പറയാമോ? ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ടെന്നും അറിയുന്നില്ലയോ? ആരാധന നടക്കുമ്പോൾ അടുത്തുള്ള വ്യക്തി കൈയടിക്കുമ്പോൾ ആ ആത്മാവിലല്ല നീ ആരാധിക്കേണ്ടത്. സഹോദരം, നീ പറയുന്ന വചനം നിന്റെ അകത്ത് വീഴുകയാണെങ്കിൽ ഈ വചനം കത്താൻ തുടങ്ങും. സഹോദരം, നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുവാൻ കഴിയും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. പക്ഷേ യഹോവയുടെ ആത്മാവ്, ഈ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് സഹോദരം വെള്ളത്തിന്റെ മേൽ പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ഭൂമി എങ്ങനെയായിരുന്നു? പാഴും ശൂന്യമായിരുന്നു. പക്ഷെ യഹോവയുടെ ആത്മാവ് ആ ഭൂമിയിൽ തന്നെ വെള്ളത്തിന്റെ മേൽ പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. നല്ലൊരു ഹല്ലേലൂയ പറയാമോ?
സഹോദരം. അപ്പം അവൻ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം സ്വർഗത്തിലിരുന്ന് സഹോദരം ഇവിടെ ഗുഡ് ഡ്രൈ ലാൻഡ് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സഹോദരം വെള്ളത്തിന്റെ മേൽ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാവ് ഭൂമിയിൽ ചില സൃഷ്ടിപ്പുകളെ സഹോദരം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സഹോദരം മനോഹരമായ ഫ്ലവേഴ്സ് ഉണ്ടായി. സഹോദരം ഇവിടെ സഹോദരം പക്ഷികൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പക്ഷികൾ ഉണ്ടായി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ദൈവം സൃഷ്ടിച്ചു. ആ ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടിച്ചു. ഞാൻ ഇത് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? ഇവിടെ ഞാൻ വചനം പറയുമ്പോൾ നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിന്റെ അകത്ത് ചില കാര്യങ്ങളെ സൃഷ്ടിക്കും. എത്ര പേർ അതിനെ വിശ്വസിക്കുന്നു? അതിനെ വിശ്വസിക്കുന്നവരെ ആമേൻ പറയാമോ? ആമേൻ പറയാമോ? ശാഖരമോന പ്രൗഢകലക ശാന്തദേരിമാന വൈഡകലക ശാന്തരാജുകലധാരി ബൗഡബാനിയ റിഗൽധന വൈഡകലക ശാന്തദാരിബ റിഗൽധന വൈഡകാല ശാന്തദേരി. ആത്മാമണ്ഡലത്തിൽ എത്ര പേര് സഹോദരം കയറി വരാൻ ആഗ്രഹിക്കുന്നു? ആത്മമണ്ഡലത്തിനകത്ത് ഞാൻ പറയുമ്പോൾ ദൈവത്തിന്റെ കരം ചില വ്യക്തികളെ കുടുംബമായിട്ട് സ്പർശിക്കാൻ പോകുന്നു. ഞാൻ അതിനെ വിശ്വസിക്കുന്നു. ഇന്ന് പറയുന്ന വചനം നിന്നെ പ്രാർത്ഥനയിൽ അടുത്തൊരു മേഖലയിൽ അത് എത്തിപ്പിക്കുന്നതായിരിക്കും. ഓ താങ്ക് യു ജീസസ്. ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷമാർ ഇതിനകത്തുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ദൈവം ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ, ആ സ്നാനം ഏറ്റെടുക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ യേശു വായടച്ചില്ല, യേശു പ്രാർത്ഥിച്ചു. ആമേൻ. സഹോദരം അവിടെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ പ്രാവിനെ പോലെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു. സഹോദരം, അപ്പൊ യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ദൈവം പ്രാർത്ഥിച്ചു. അടുത്ത് യേശു എങ്ങനെ പ്രാർത്ഥിച്ചു? ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു? നമ്മൾ വായിക്കാൻ സഹോദരം ലൂക്കോസ് 6-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം വായിക്കാം. ലൂക്കോസ് 6-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം വായിക്കാം. ഭ്രാന്തി നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടതെന്ന് തമ്മിൽ ആലോചന കഴിച്ചു. അവരോ ഭ്രാന്തി നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യണമെന്ന് തമ്മിൽ ആലോചന ചെയ്തുകൊണ്ടിരുന്നു. ആമേൻ. സഹോദരം, യേശുവിന്റെ ശുശ്രൂഷ ഇഷ്ടപ്പെട്ടില്ല. സഹോദരം യേശു അവിടെ ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് അവിടെ പൈശാചിക മണ്ഡലങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങി. ആമേൻ. സഹോദരം, അതുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് യേശുവിനെ എന്ത് ചെയ്യണമെന്ന് സഹോദരം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ കൊല്ലണമെന്ന് അവരെല്ലാവരും ആലോചന ചെയ്തു. ആമേൻ. സഹോദരൻ, അടുത്ത 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അക്കാലത്ത് അവർ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ കയറി. അക്കാലത്ത് യേശു കർത്താവ് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കെതിരായിട്ട് ആര് എന്തു പറഞ്ഞാലും പിന്നെ അവനെ ഒന്ന് പറയുമ്പോൾ നമ്മൾ 10 പറയാൻ നമ്മൾ പോകും. പക്ഷെ യേശു കർത്താവ് അങ്ങനെ അല്ല. സ്തോത്രം. ആമേൻ. ഒത്തിരി കമാൻഡ്സുകൾ വന്നതിന് ശേഷവും യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിൽ കയറി. സ്തോത്രം. നമ്മൾ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച വ്യക്തികളായിരുന്നു. ആമേൻ. സ്തോത്രം. പക്ഷെ ശുശ്രൂഷകൾ മുമ്പോട്ട് പോകുന്നവരും ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മൾ കാണുന്നവരും നമ്മുടെ പ്രാർത്ഥനകൾ ഡൗൺ ആയി പോകുന്നുണ്ടല്ലോ. ഇന്ന് ആമേൻ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ള വ്യക്തികൾ ഈ സഹോദരൻ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗം നിങ്ങളുടെ വിളിച്ചു പറയുകയാണ്, എത്രയും പ്രശ്നത്തിന്റെ നടുവിൽ നീ ഉണ്ടായാലും നീ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്റെ നടുവിൽ സ്വർഗം നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ആത്മാവ് നിങ്ങളോട് ദൂത് വിളിച്ചു പറയുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഒരു കൂട്ടം യേശുവിനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറുന്നു. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നതല്ല. രാത്രി മുഴുവനും യേശു കർത്താവ് പ്രാർത്ഥിച്ചിട്ടാണ് അടുത്ത ദിവസം ഇറങ്ങി വരുന്നത്. സഹോദരം, ആ ബന്ധത്തിൽ, ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഐക്യപ്പെടുക. സഹോദരം, ആമേൻ. ഞാനൊന്ന് പറയാം നിങ്ങളോട്, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളെ ദൈവം ഉണർവിന് ഉപയോഗിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന വർഗീസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ ദൈവം തൊടാൻ പോകുന്നു. ആ സഹോദരനോട് ദൈവം വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. എന്നോട് ദൈവാത്മാ പറയുന്നു, നിന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്ന ആ വെളിപ്പാട് ഞാൻ കാണുന്നു. നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നവനാ, ശുശ്രൂഷയിൽ ഒത്തിരി ആഗ്രഹിക്കുന്നവനാ. പക്ഷെ ദൈവം ഇന്ന് രാത്രികാലം നിന്നോട് പറയുന്നു, നിന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായിരിക്കാൻ പോകുന്നു. ആമേൻ. സഹോദരം, നിന്റെ വിടുതലിന് വേണ്ടി ഒരു പട്ടണം കാത്തിരിക്കുക. ദൈവാത്മാ പറയുന്നു,
പറയുന്നു, സ്വതന്ത്രം കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി അപവാദങ്ങളും ഒത്തിരി നിന്ദകളും നീ സഹിച്ചായിരുന്നു. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, അമ്മേ, കഴിഞ്ഞ നാളുകളിൽ ഉള്ളതിനെ ഓർക്കരുത്, ഇത് ഞാൻ പുതിയത് ചെയ്യുന്നു, നിന്റെ ജീവിതത്തിൽ പുതിയത് ചെയ്യുന്നു. ഒരു പുതിയ അഭിഷേകം നിന്റെ മേലെ കൈമാറാൻ പോകുന്നു. റെഡിയായിക്കോ, അതിനുവേണ്ടി റെഡിയായിക്കോ. ശാഖാലമന അസ്ദലോ ശിമല ബൗഡ ബലകശം ദുദോരിയറ്റിയ അർദ്ധന ശബലതേരി വൈഡകലകശം ദാരിയ നിങ്ങളുടെ ഈ ദൂത് പറയുമ്പോൾ തന്നെ കർത്താവ് എനിക്ക് തന്നൊരു വെളിപ്പാട് നിങ്ങളോട് പറയുന്നതിന് ആഗ്രഹിക്കുന്നു. പത്രോസ് അവനൊരു മുഖ്യവനായതുകൊണ്ട് സഹോദരൻ എല്ലാവരും ഒതുക്കപ്പെട്ടു. മുഖ്യവൻ വരുന്ന സമയം തന്നെ എല്ലാവരും മാറി നിൽക്കും. ആമേൻ സഹോദരൻ, എല്ലാവരും മാറി നിൽക്കും. ആമേൻ സഹോദരൻ, അവൻ ചെയ്യുന്ന ജോലി അങ്ങനെ ആയതുകൊണ്ട്, അവന്റെ മേൽ വരുന്ന ആ സ്വെറ്റിങ്ങിന്റെ സ്മെൽ ആയതുകൊണ്ട് അവൻ എല്ലാവരും മാറ്റി നിർത്തും. പക്ഷേ ആമേൻ സഹോദരൻ, ഈ അഭിഷേകം അവന്റെ മേൽ കയറി വന്നപ്പോൾ ആമേൻ ആരൊക്കെ മാറിപ്പോയോ, ആമേൻ, ഇപ്പോൾ അവനാണ് ആവശ്യം. പത്രോസ് എവിടെയാ പോയിരിക്കുന്നത്? നിന്റെ നിഴലിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ദൈവാത്മ പറയുന്നു, കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ നാളുകളിൽ നീ ഒത്തിരി നിന്ദകൾ അനുവദിച്ചു, ഒത്തിരി സഹോദരൻ സഹിച്ചു. പക്ഷെ ദൈവം ആ വർഗീസ് എന്ന ആ സഹോദരനോട് പറയുന്നു, സഹോദരം, കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഒതുക്കിയവർ നിന്നിലൂടെ വിടുതൽ പ്രാപിക്കാൻ നിന്റെ അടുക്കലേക്ക് എത്താൻ പോകുന്നു. ശാഖല ഠരമനോ ദിഗലത വൈഡബ ശംദദ ജുരഗതാരി പ്രൗഢബാല ശംദദാരിയ. സഹോദരം, ആമേൻ. അപ്പൊ വചനത്തിൽ ഇങ്ങനെ കടന്നു വരുന്നു. അക്കാലത്ത് യേശുവിനെ എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവ് മലയിൽ മേൽ പ്രാർത്ഥിക്കാൻ പോയി. സഹോദരം, നമ്മൾ വിചാരിക്കും, ആമേൻ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് സംസാരിച്ചിട്ട് വരുന്നു. അത് അത്ര അല്ല. നീ ദൈവത്തോട് ചെലവഴിക്കുന്ന ഓരോ സമയവും നിന്റെ അകത്ത് മനുഷ്യൻ ശക്തി പ്രാപിക്കുക. ആമേൻ, നിന്റെ ശരീരം ശക്തി പ്രാപിക്കുക. ഇന്നലെ നിന്നോട് ദൂത് പറയാം, നീ എത്രമാത്രം പ്രാർത്ഥനയിൽ കയറുന്നുണ്ടോ. ആമേൻ, ഇന്നലെ ആ സൂമിന്റെ ആ ലിങ്ക് അയച്ചു തരുമ്പോൾ തന്നെ അതിൽ താഴെ ഒരു വാക്യം എഴുതിയായിരുന്നു, പ്രാർത്ഥനയാണ് നിന്റെ ശക്തി. ആമേൻ, ഞാൻ ഇന്ന് പറയാം, നീ എത്രമാത്രം ദൈവത്തോട് നീ ചേരുകയാണോ അത്രയും മാത്രം നീ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അവൻ പ്രാർത്ഥിച്ചിട്ട് യേശു കർത്താവ് മലയിലിരുന്ന് ഇറങ്ങി വന്നപ്പോൾ ആമേൻ സഹോദരം ആരൊക്കെ യേശുവിനെ കൊല്ലണം, യേശുവിനെ കല്ലെറിയണം, ഈ പട്ടണത്തിൽ നിർത്തരുത്, ആരൊക്കെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്നോ. സ്തോത്രം, അവരുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ യേശു കർത്താവ് മലയിലിറന്ന് ഇറങ്ങി വരുമ്പോൾ ആമേൻ സഹോദരം അവർ സൗഖ്യമാകുക, ഭൂതങ്ങൾ വിട്ടുമാറുക. ആമേൻ സഹോദരം, ക്യാൻസർ രോഗം പോലും ആമേൻ സ്കാൻ ഇല്ലാതെ, ആമേൻ സഹോദരം, ECG ഇല്ലാതെ സൗഖ്യമായി കൊണ്ടിരിക്കുക. ഞാൻ പറയാം, നിങ്ങളോട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ ദൂത് പറയാം, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ദൈവം അത്ഭുതമായി നിന്നെ മാറ്റാൻ പോവുക. ദൈവം നിന്നെ ഉണർവായി മാറ്റാൻ പോവുക. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ആമേൻ സഹോദരൻ, ദൈവം കാണിക്കുന്നു. ആമേൻ, വട്ടപ്പാറ എന്നൊരു സ്ഥലത്തെ കാണിക്കുന്നു. ആ സ്ഥലത്തിലുള്ള ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ ദൈവാത്മാ നിങ്ങളോട് പറയുന്നു, ആമേൻ, നിന്നിലൂടെ ആ പട്ടണത്തിൽ ആമേൻ വലിയ ഉണർവുകൾ വെളിപ്പെടാൻ പോകുന്നു. ദൈവാത്മാ പറയുന്നു, ആ വട്ടപ്പാറ സ്ഥലത്തിൽ ദൈവത്തിന്റെ ഉണർവുകൾ കത്താൻ പോകുന്നു. ഓ രാമ ശകലതാരിബ വൈഡകലക ശാംദരേ സിഹലത റിഗൽതന ജുരക ശാംദന റിബലഗച്ച വൈഡകലക ശാഖലം ദരേസിയാദന. യേശു കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ആരൊക്കെ യേശുവിനെ അടിക്കണമെന്ന് വെല്ലുവിളിച്ച് പോകുന്നു, അവരൊക്കെ ശക്തി അവൻ യേശുവിന്റെ ആമേൻ സഹോദരം ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഗ്ലോറി ആമേൻ സഹോദരം അത് ചൂട് താങ്ങാതെ ആമേൻ സഹോദരം പൈശാചിക മണ്ഡലങ്ങൾ ഇളകി പോകുന്നുണ്ട്, രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ഞാൻ എന്നോട് പറയാം, എത്രയും നിന്റെ ശുശ്രൂഷനകത്ത് എത്രയും വെല്ലുവിളികൾ നിനക്ക് എതിരായിട്ട് ഉയരുന്നുണ്ടോ അത്രയും മാത്രം നീ പ്രാർത്ഥനയിൽ ശക്തിയായി കഴിഞ്ഞാൽ നിന്നെ അടുത്തൊരു മേഖലയിൽ പരിശുദ്ധാത്മാവ് എത്തിപ്പിച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര ദൈവജനം ആമേൻ പറയും. ഓ രബല ശകലധാരി മനഗസേരി ജുരകശംദര വൈരകാല ശംദദാല ജുരകശേരി ദീപപ്രൗഢ അംദരേസിയ റിഗൽതനോ ജുനസിയ റിഗൽതന ജിരൽതന ജീവപ്രൗഢവ അർത്ഥന ജഗലതേരി പ്രൗഢകലക ശംദദേരിയ. എത്രയും മാത്രം നീ ദൈവത്തോട് അടുക്കുന്നുണ്ടോ, അത് മാത്രമല്ല ദൈവത്തോട് അടുക്കുന്ന വ്യക്തിയിലാണ് ദൈവം ചില കാര്യങ്ങൾ കൈമാറുന്നത്. സഹോദരം, എനിക്ക് 2 മക്കളുണ്ട്. സഹോദരം 2 മക്കളിൽ ഒരു ആൺ മോനും ഒരു പെൺ പൈതലുമുണ്ട് എനിക്ക്.
സ്തോത്രം. അപ്പൊ 2 മക്കളുണ്ട് വിചാരിച്ചോ. 2 മക്കളിൽ ഒരു എന്റെ മോള് എന്റെ വാക്ക് അനുസരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്റെ കൂടെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക, എന്റെ കൂടെ എപ്പോഴും സ്നേഹത്തിൽ സ്തോത്രം കയറി വന്നുകൊണ്ടിരിക്കുക, എന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ മോൻ എന്നെ സ്നേഹിക്കുന്നില്ല, നീ ഓർത്തോ സ്തോത്രം. അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം എന്റെ കുടുംബത്തിനകത്ത് ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം തിറക്കുന്നത് എന്റെ മോളെ ആയിരിക്കും. എങ്ങനെ അറിയാവോ? എന്നോട് സ്നേഹം പങ്കുവയ്ക്കുന്നത് അവളാ. സഹോദരം സഹോദരം, അവൻ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് അവളാ. അതുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് അവനെ സഹോദരം എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അവൾ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. സഹോദരം, ഞാൻ ഒരു കാര്യം കൊടുത്താൽ ഇവൻ ചെയ്തിരിക്കും. ദൈവത്തിന് ആത്മ പറയുന്നു, ദൈവം ആമേൻ സഹോദരൻ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തിലുള്ള ആ ബന്ധത്തിൽ കയറുമ്പോൾ ഇതുവരയ്ക്കും ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ ആമേൻ ചില ശുശ്രൂഷകളോട് ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. രാംദുനോ സിഖേരിയാറ്റന വൈഡകലക ശകലത റിവോൾതന വൈഡകലക ശംബദാന ജുനഗതേരിബ പ്രൗഢകലക ശകലമന ജുരാസിഹേരി റിഖമാന ശംദദ ജുര. അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ സഹോദരം, ദൈവം ആമേൻ സഹോദരം എല്ലാവരോടും സംസാരിക്കും. ആമേൻ സഹോദരം, നീ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നീ പറയേണ്ട ഒരു കാര്യം, ഈ പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കും. നീ എന്താണ് സംസാരിക്കുന്നത് അത് ദൈവം നിന്നിലൂടെ പുറത്തു കൊണ്ടുവരും. ആമേൻ. മരണവും ജീവനും നിന്റെ നാവിൽ മേൽ കിടക്കുന്ന അധികാരമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നീ എന്ത് പറയുന്നു, ഈ പട്ടണത്തിൽ ആരും ഒരു അത്ഭുതമായി മാറുമെന്ന് നീ പറഞ്ഞാൽ നീ അതുപോലെ തന്നെ ആയിരിക്കും. ആമേൻ. നിന്നെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുമെന്ന് നീ വിശ്വസിച്ചാൽ നിന്നിലൂടെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായിരിക്കും. ആമേൻ. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ സഹോദരം രാജാക്കന്മാർ പോലും നിന്നിടത്തിൽ വന്ന് ആലോചന ചോദിക്കും, എന്താ ചെയ്യേണ്ടത് ശകലമന. ആ ഒരു നിലവാരത്തിൽ ദൈവം ചില പേരെ ആമേൻ സഹോദരൻ ഉണർവിന് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ദൂത് പറയുമ്പോൾ സഹോദരം, നിങ്ങളെ നോക്കിയല്ല ഞാൻ ദൂത് പറയുന്നത്, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മമാണ് മനുഷ്യനോടാണ്. ആമേൻ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ ആമേൻ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് സകലതും ചെയ്യുവാൻ കഴിയും. ഷോറിമാന പ്രൗഢകച്ച വൈഡബാലിയ ശകലതേരി പ്രൗഢകലക ശാന്തമേനിയ ശകരതേരി പ്രൗഢബാല ശാന്തധാരിയ. അപ്പം യേശു കർത്താവിന്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴും യേശു കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. നമ്മൾ വിചാരിക്കും യേശുവിന് അങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമാണോ? നമ്മളൊരു മാതിരി കാണിച്ചു തരാൻ യേശു വന്നേ. സഹോദരം, അമേൻ. സഹോദരം ദൈവാത്മാവ് ഈ അമേൻ സഹോദര ഓൺലൈൻ മീറ്റിംഗിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നോട് പറയുന്നു അമേൻ സഹോദരം, ഈ ഗോഡ് ഈസ് ലവ്. അമേൻ സഹോദര, ഈ മിനിസ്ട്രിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. അമേൻ സഹോദരം ഇതുവരെയും കയറിയിട്ടില്ലാത്ത അമേൻ സഹോദരം ഈ ജൂലൈ മാസത്തിന്റെ മുമ്പിൽ അസാധാരണമായ വിടുതലുകൾ ഈ പ്ലാറ്റ്ഫോമിൽ സംഭവിക്കാൻ പോകുന്ന ആത്മാവ് പറയുന്നു. അത് മാത്രമല്ല അമേൻ സഹോദരം ന്യൂസ് ചാനലുകളിൽ പോലും ദൈവത്തിന് ആത്മാവിനോട് പറയുന്നു, ന്യൂസ് ചാനലുകളിൽ അവൻ ഇതിന്റെ വീഡിയോ ക്ലിപ്പ് പോലും കട്ട് ചെയ്തിട്ട് അവൻ ഇവിടെ നടക്കുന്ന അവൻ സഹോദരം വിടുതലുകൾ പോലും ടെലികാസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ആത്മാവ് ഈ ഗോഡ് ഈസ് ലവ് മിനിസ്ട്രിയോട് ആത്മാവ് ദൂത് പറയുന്നു. അവൻ സഹോദരം ആ സഹോദരനോട്, ഈ അവൻ ശുശ്രൂഷ നടത്തുന്ന ആ ഡെന്നിസ് സഹോദരനോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, നീ പത്രോസ് മേലുള്ള വിളി നിങ്ങളുടെ മേലുണ്ട്. അവൻ സഹോദരം, നീ പത്രോസ് ആകുന്നു, ഈ ഭാരമേൽ എന്റെ സഭയെ ഞാൻ പണിയും, പാതാള കോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എത്രയോ പ്രാവശ്യം തളർന്നുപോയ അവസ്ഥകൾ നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം നിന്നെ അവൻ ശക്തീകരിച്ചതാണ്, ഇത്രയും മാത്രം കൊണ്ടുവന്നതാണ്. ദൈവം പറയുന്നു, എത്രയും പ്രശ്നങ്ങളും എത്രയും അവൻ സ്വതന്ത്രം പൈശാചിക മണ്ഡലങ്ങളും ഈ ശുശ്രൂഷയെ തൊടാൻ കഴിയത്തില്ലെന്ന് ആത്മാ പറയുന്നു. ഓ റബല ശകലതാരിവ. ഞാൻ ഇത് പറയുമ്പോൾ സഹോദരങ്ങളുടെ കുടുംബത്തിലായിരിക്കാം ഈ ബാക്ക് ബോണിന്റെ ഭാഗത്ത് പെയിൻ അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. ബാക്ക് ബോൺ പെയിന് അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. നിനക്ക് പലപ്പോഴും ഈ തലയിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സഹോദരം ഈ ബാക്ക് ബോണിൽ ഭയങ്കര പെയിൻ അനുഭവിക്കുന്ന വ്യക്തികൾ എന്റെ കുടുംബത്തിൽ ആരുമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആരുണ്ടെങ്കിലും ദൈവം ഇപ്പോൾ സൗഖ്യത്തിന്റെ കരം ദൈവം അയക്കുക. ദൈവാത്മാവ് ഗോഡ് ഈസ് ലവ് മിനിസ്ട്രിയുമായി ദൈവം പറയുന്നു, സഹോദരം പട്ടണംതിട്ടയിൽ നിങ്ങളുടെ കുടുംബമായിട്ട് ദൈവം ഒരു ഉണർവിനെ കത്തിക്കാൻ പോകുന്നത് ആത്മാവിനോട് വീണ്ടും പറയുന്നു. Thank you, Jesus.
Thank you, Jesus. Thank you, Jesus. ശംബനാറ്റി മനസേ. വചനത്തിലേക്ക് വരാം. സ്തോത്രം. നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. സ്തോത്രം. യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ യേശു പ്രാർത്ഥിച്ചു. യേശുവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചു. പക്ഷെ യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പരാജയം സംഭവിച്ചിട്ടില്ല. തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ശുശ്രൂഷ നടക്കുമ്പോഴും ഉണ്ടായിരിക്കുന്നു. ആമേൻ. സഹോദരം സഹോദരം സഹോദരം, ആദ്യം നീ രക്ഷിക്കപ്പെടുമ്പോൾ എന്താ വിശ്വാസം ഉണ്ടായിരുന്നു, നീ വരുന്ന ലെവലുകളിൽ വിശ്വാസം വർദ്ധിക്കേണ്ടേ ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിൽ. അവൻ നീ ആദ്യം രക്ഷിക്കപ്പെടുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ എന്തോ പ്രാർത്ഥന ഉണ്ടായിരുന്നു, നീ ഇപ്പോഴാകുമ്പോൾ ആ പ്രാർത്ഥന, ഇപ്പോൾ ഇരിക്കുന്ന പ്രാർത്ഥന അവൻ വർദ്ധിക്കേണ്ട ദൈവം പറയുന്നു നിന്നോട്. ആമേൻ. നീ അപ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാണെങ്കിൽ ഇപ്പോഴും 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറണം. ആമേൻ. സഹോദരം, ആമേൻ. സഹോദരം, ആമേൻ. സഹോദരം, ആ ദൈവമായിട്ട് ഒരു ബന്ധത്തിൽ നീ ആയിരുന്നാൽ ദൈവം പറയുന്നു, സഹോദരം, ദൈവമായിട്ടൊരു ബന്ധത്തിൽ നീ ആയിരുന്ന ദൈവം എന്നോട് പറയുന്നു, സഹോദരം സഹോദരം, ആമേൻ, പ്രാർത്ഥനയ്ക്ക് ദൈവം നിന്നെ വിളിക്കും. എന്തൊക്കെ വിടുതൽ നിന്നിലൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. എന്താണ് അറിയാവോ? നിന്നോട് സംസാരിക്കാൻ. ആമേൻ. ആമേൻ. നിന്നിലൂടെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ. സഹോദരം 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 സഹോദരം, എന്നെ അവൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നെ ഇന്ന് മീറ്റിങ്ങിന് ഇവർ വിളിച്ചു. എനിക്ക് വേറെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എനിക്ക് ഇവിടുത്തെ സൗണ്ട് കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്തിട്ട് ഇതിനകത്ത് കയറിയാൽ മതിയായിരുന്നു. ഇവർ വിളിച്ചത് കൊണ്ട്, ശുശ്രൂഷ വിളിച്ചത് കൊണ്ട് വർഷിപ്പിന്റെ കാര്യം എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മെസ്സേജിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി. അവൻ അതിന്റെ സംവിധാനങ്ങൾ ചെയ്താൽ മതി. വേറെ ടെൻഷൻ എനിക്കൊന്നും വേണ്ട. അവർ വിളിച്ചത് കൊണ്ട് എനിക്ക് ഈ ശുശ്രൂഷ മാത്രം ചെയ്താൽ മതി, വേറെ ടെൻഷനും ഇല്ല. അതുപോലെ ദൈവം നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ വേറൊരു ടെൻഷനും നീ അടിക്കണ്ട. ദൈവം നിന്നെ കംഫർട്ടായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കും. ആമേൻ. ആമേൻ. ഇപ്പൊ ഞാനൊരു മീറ്റിംഗ് റെഡിയാക്കുകയാണെങ്കിൽ, സഹോദരൻ, ഞാനൊരു മീറ്റിംഗ് റെഡിയാക്കുകയാണെങ്കിൽ ഞാൻ തന്നെ A to Z എല്ലാ സംവിധാനങ്ങൾ ചെയ്യണം. ഒരു ആമേൻ പറയാമോ? ആമേൻ. ഞാൻ തന്നെ എല്ലാം ചെയ്യണം. സഹോദരം, നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആയിരുന്നാൽ, സഹോദരം, നിനക്ക് വേണ്ടി ദൈവം സകലതും ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നിന്നെ വിളിക്കും. ഏലിയാവിനെ ദൈവം, ആമേൻ സഹോദരം, ആമേൻ സഹോദരം, ആ ആറ്റിൻകരയിലിരുന്ന് വേറൊരു വിധവയുടെ വീട്ടിൽ, ആമേൻ സഹോദരം സഹോദരം, ആമേൻ, കയറ്റുന്നതിന് മുമ്പ് ആ വിധവയുടെ വീട്ടിൽ അവന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അവനെ ദൈവം അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ക്ഷാമമുണ്ടാകാൻ പോകുന്നു. ആമേൻ. ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവം പറയുന്നു, കാക്കയിനോട് ഞാൻ കൽപ്പിച്ച് കളഞ്ഞു. ബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് ദൈവം സകലതും കൽപ്പിച്ചു കളഞ്ഞു. ആമേൻ. ഞാൻ ഇത്രയും ആരാധന അറ്റൻഡ് ചെയ്തു, ഇത്രയും ആമേൻ സഹോദരം വർഷിപ്പ് ചെയ്തു, ഇത്രയും പാട്ടുകൾ പാടി, ഇത്രയും വചനങ്ങൾ വായിച്ചു, ഇതിനെ എല്ലാം മാറ്റിവെച്ചിട്ട് നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടെന്ന് നിനക്ക് പറയുവാൻ കഴിയുമോ? ദൈവം നിന്നിലൂടെ വലിയ റിവൈവലുകൾ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. വലിയ ഉണർവുകൾ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. ഉണർവെന്ന് പറയുമ്പോൾ എന്താ പറയുന്ന ഉണർവ്? ഒരു പനി മാറിയതാണ് ഉണർവ്. സഹോദരം സഹോദരം, ഇല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗം സൗഖ്യമാകേണ്ടതാണ് ഉണർവ്. സഹോദരം സഹോദരം, ഉണർവെന്ന് അതല്ല. കൈയില്ലാത്തവരോട് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പറയുമ്പോൾ, കൈയില്ലാതെ അവനക്ക് കൈ വന്നിരിക്കും. ഒരു ആമേൻ പറയാമോ? ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ആ ഡെഡ് ബോഡി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. എത്ര പേര് ആമേൻ പറയാൻ റെഡിയാകുന്നുണ്ട്? ഓ രബ ശകലത ശകലമൗഡ ബൗഡബാല ശംതന ഈബലറ്റ വൈഡകലക ശംദരേസിയാലതേരി വൈഡകലക ശമലതേരിബ റിവോൾതന സിയേരിയ തനാസിയാന. അടുത്ത നമുക്ക് വായിക്കാം. യേശുവിന്റെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ലൂക്കോസ് 22-ാം അധ്യായം അതിന്റെ 42-43 വായിക്കാമോ? ലൂക്കോസ് ചാപ്റ്റർ 22 വേഴ്സ് 42 and 43. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ആമേൻ. സ്തോത്രം. യേശുവിന്റെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിലിരുന്ന് എടുത്തു കളയണമേ. ശുശ്രൂഷയുടെ ഓരോ സ്റ്റെപ്പുകളിലും പ്രാർത്ഥനയാ. സഹോദരൻ, ഇന്ന് ദൈവം നിന്നോട് പറയുന്നു, നീ പോകുന്ന ഭവനത്തിലായിരിക്കാം, നീ പോകുന്ന സ്ഥലമായിരിക്കാം, പോകുന്നതിന് മുമ്പ് ദൈവത്തോട് നീ പ്രാർത്ഥിക്കാറുണ്ടോ? കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ദൈവത്തോട് അന്യഭാഷയിൽ ആമേൻ സഹോദരൻ പ്രാർത്ഥിച്ചിട്ട് നീ പോകുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയം പോലും അവൻ ദൈവദാസന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ, ദൈവത്തിന് കൊടുക്കുന്നില്ല. ദൈവാത്മ വ്യക്തമായിട്ട് പറയുന്നു, നീ ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുത്തേ പറ്റത്തുള്ളൂ.
ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കുന്ന ദിവസങ്ങൾ അടുത്ത് വരാൻ പോവുക. നിങ്ങൾ അന്ത്യകാലത്ത് നമ്മൾ വച്ചിരിക്കുക. ദൈവം പറയുന്നു ഈ പ്ലാറ്റ്ഫോമിനെ, ഈ ഗോഡ് ഈസ് ലവ് പ്ലാറ്റ്ഫോമിനെ അന്ത്യകാലത്ത് ശക്തമായി ദൈവം ഉപയോഗിക്കാൻ പോവുക. ഇത് അന്ത്യകാലത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതുവരെയ്ക്ക് നിങ്ങൾ കണ്ടതുപോലെ അല്ല, ഇനി വലിയ കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് സംഭവിക്കാൻ പോവുക. ഈ പിതാവേ, നിനക്ക് അവൻ മനസ്സുണ്ടെങ്കിൽ ഈ ഭാനപാത്രമിൽ നിന്ന് എടുത്തു മാറ്റണമേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് ഹിതമുണ്ടെങ്കിൽ ഈ കാര്യം നടക്കണം കർത്താവേ. നമ്മുടെ ജീവിതത്തിൽ അങ്ങയുടെ ഹിതം വെളിപ്പെടുന്ന പ്രാർത്ഥന എവിടെ പ്രാർത്ഥിക്കും? നമ്മുടെ ആഗ്രഹം എവിടെ കുറവാണോ അവിടെയാണ് ദൈവത്തിന്റെ ഹിതം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. ദൈവമേ, ഈ പട്ടണത്തിൽ അങ്ങയുടെ ഹിതമുണ്ടെങ്കിൽ അവിടെ എൻ മുഖാന്തരം ഒരു ഉണർവ് അവിടെ കത്തണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ചങ്കുരത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? നീ എത്രമാത്രം നീ പ്രാർത്ഥിക്കുന്നുണ്ട് അത്രമാത്രം നീ ശക്തിപ്പെടുക. ഞാൻ ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാ. സോദരം സമയം സോദരം ഞാൻ 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവാ. സോദരം, ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ സോദരം 4 വയസ്സ് പ്രായമുള്ള എൻ്റെ മോള് സോദരം കൂടുതൽ സംസാരിക്കത്തില്ല. പക്ഷെ ഞാൻ ഓരോ ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരും. 3 ദിവസം കണ്ടിന്യൂ ഒരു ഫാസ്റ്റിംഗ് പ്രേയറിൽ ഞാൻ സോദരം ശുശ്രൂഷയ്ക്ക് പോയായിരുന്നു. രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി സമയം 2 മണിക്ക് വന്ന് ഉച്ച സമയത്ത് റെസ്റ്റ് എടുത്തായിരുന്നു. ദൈവാത്മാവ് പെട്ടെന്ന് തന്നെ ഉണർത്തി, മോനെ എഴുന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ദൈവത്തോട് സോദരം എക്സ്ക്യൂസ് ചോദിക്കുക, കർത്താവ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നിട്ട് പ്രാർത്ഥിക്കണം കർത്താവ്. ഞാൻ 5 മിനിറ്റ് കളഞ്ഞു, 8 മിനിറ്റ് കളഞ്ഞു, 10 മിനിറ്റ് കളഞ്ഞു, ഞാൻ എഴുന്നേറ്റില്ല. ഞാൻ ശരീരം അത്രയും ടയർഡിലായതുകൊണ്ട് ഞാൻ കിടന്നു. പെട്ടെന്ന് അടുത്ത മുറിയിൽ കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ മോള്, 4 വയസ്സ് പ്രായമുള്ള എൻ്റെ മോള് പെട്ടെന്ന് കതവനെ തുറന്നിട്ട്, മുറിയിൽ ആരുമില്ല, പെട്ടെന്ന് ഓടി വന്ന് ആ കതവനെ തുറന്നിട്ട് എന്നോട് പറയുക, പപ്പ എഴുന്നിട്ട് പ്രാർത്ഥിക്കുന്നില്ലയോ? സോദരം, ഞാൻ ഞെട്ടിപ്പോയി, ദൈവത്തോട് കരഞ്ഞു. ആമേൻ. സോദരം, നമ്മുടെ കുടുംബം സ്വർഗീയമായിട്ടുള്ള കുടുംബമായി ദൈവം മാറ്റാൻ പോവുക. സോദരം, ദൈവം ഒരു കാര്യം നിന്നോട് പറയുമ്പോൾ അപ്പോൾ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നിങ്ങൾ കാര്യമാണോ? അന്ന് വൈകിട്ട് ഞാൻ ആ മീറ്റിംഗ് കടന്നു പോയപ്പോൾ വലിയ ഉണർവുകൾ അവിടെ വെളിപ്പെട്ട് വന്നു. ആമേൻ. സോദരം, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഒരു ദൂത്. ആമേൻ. വലിയ ഉണർവ് വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിന്നെ ദൈവം ഒത്തിരി ഉണർവിന് വേണ്ടി ഉപയോഗിക്കാൻ പോവുക. നിന്റെ വീട്ടിൽ മാനസാന്തരപ്പെടാത്ത ദൈവാത്മ എന്നോട് പറയുന്നു, ഈ മറിയം എന്ന് പറയുന്ന ഒരു സോദരം മറിയം എന്ന് പറയുന്ന ഒരു ഡിവൈസിലോട് ദൈവത്തിന്റെ സോദരം ഫിനാൻഷ്യലുമായിട്ട് ഉള്ള ദൈവത്തിന്റെ കരം, ആ ഫിനാൻഷ്യൽ മേഖലയിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നെന്ന് ആത്മമണ്ഡലം ദൂത് പറയുക. ഫിനാൻഷ്യൽ മേഖലയിൽ ദൈവത്തിന്റെ ഡോറുകൾ തുറക്കാൻ പോവുക. സോദരം ഫിനാൻഷ്യലുമായിട്ട് ദൈവത്തിന്റെ കരം തുറക്കാൻ പോവുകയാണ്. രാത്രികാലം കിടക്കുമ്പോൾ സോദരം പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഇല്ല, പ്രോപ്പറായിട്ട് ഉറക്കം വരുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വരുന്നു. ആ ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. നിന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ ഇറങ്ങി വരിക. എല്ലാവരും 2 മിനിറ്റ് ബാക്കിയുണ്ട്. എല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. സ്പീക്കിംഗ് ഇൻ ടങ്സ്. ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. കർത്താവെ, ആഗ്രഹിക്കുന്ന വ്യക്തിയിലോട് ഇപ്പോൾ ദൈവം സംസാരിക്കണമേ. ആഗ്രഹിക്കുന്ന വ്യക്തിയോട് ഇപ്പോൾ ദൈവം സംസാരിക്കണമേ. ഈ ഗോഡ് ഈസ് ലവ് മിനിസ്ട്രി ചെയ്യുന്ന ആ കുടുംബത്തോട് ദൈവം പറയുന്നു, ഒത്തിരി കടബാധ്യതകൾ നിങ്ങളുടെ കുടുംബത്തെ ചൂട് നിൽക്കുക. ഒത്തിരി വാക്കുകളുടെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഒത്തിരി മനുഷ്യരുടെ നടുവിൽ ആമേൻ സോദരം പറയാൻ പോലും വാക്കില്ലതാണ് ആയിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ആമേൻ സോദരം, ദൈവം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് തിരിക്കാൻ പോവുക. നിങ്ങളുടെ ശുശ്രൂഷകൾ മാത്രം ടേൺ ആകുന്നതല്ല, നിങ്ങളുടെ ജീവിതവും ടേൺ ആകാൻ പോകുക. ശുശ്രൂഷകൾ ടേൺ ആകുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ജീവിതം ടേൺ ആകില്ലെങ്കിൽ അത് ദൈവനാമത്തിന് ആ വലിയ പ്രശ്നമുണ്ടാക്കുന്നതാണ്. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില ടേൺ അപ്പുകൾ ദൈവം ഉണ്ടാക്കാൻ പോവുകയാണ്. ചില ഉണർവുകൾ നിങ്ങളുടെ സോദരം സംഭവിക്കാൻ പോവുക. ആമേൻ. സോദരം
എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. റികലമനക ജുരബരികല പ്രൗഢകലക ശാന്തമാരിവ വൈഡകലക ശഹോറിയ സിഹേറിയ ധനാസിയാര റികലറ്റാരിയ. ചില ട്യൂമറുകൾ ഇപ്പോൾ കറഞ്ഞു പോവുക യേശുവിന്റെ നാമത്തിൽ. ചില കട്ടികൾ ഇപ്പോൾ കറയുക. യേശു തൈറോയിഡിന്റെ ട്യൂമറുകൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹീലാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തൈറോയിഡിന്റെ കട്ടികൾ ഇപ്പോൾ കറഞ്ഞു മാറുക യേശുവിന്റെ നാമത്തിൽ. രാത്രി ഉറക്കമില്ലാത്തവർക്ക് ദൈവം ഇന്ന് രാത്രിയെല്ലാം സ്വസ്ഥമായിട്ട് ഉറക്കം കൊടുക്കാൻ പോവുക. ആമേൻ സ്തോത്രം. നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, ആമേൻ സ്തോത്രം, ഉറക്കമില്ല പക്ഷെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു നോക്കുന്നുണ്ട്, ഉറക്കം വരുന്നില്ല. പക്ഷെ ദൈവം പറയുന്നു സ്വസ്ഥമായിട്ട് നീ കിടക്കാൻ പോവുക, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോവുക. നീ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടാൻ പോവുക. അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ആമേൻ, 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 ആമേൻ. സഹോദരൻസ് എല്ലാവരും അന്യഭാഷയിൽ തന്നെ എല്ലാവരും ആയിരിക്കാം. ദൈവത്തിന്റെ കരം നിങ്ങളോട് ചലിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരം നിങ്ങളോട് ചലിക്കാൻ പോവുകയാണ്. റംദുനോ സിഗേറിയാറ്റ വൈഡമാ രഗലറ്റ റിബൽതന. യേശു കർത്താവ് എങ്ങനെ ശുശ്രൂഷ അവൻ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചായിരുന്നോ അതിനേക്കാളും ശക്തമായിട്ട് നീ പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റോ. ദൈവം നിന്നെ അത്ഭുതമായി ദൈവനെ ഉപയോഗിക്കാൻ പോവുക. വർഷിപ്പ് ലീഡ് ചെയ്ത ആ കുടുംബത്തോട് ദൈവത്തിന് ആത്മാ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ മധ്യയുടെ നടുവിലിരുന്ന് ദൈവം ഒരു പ്രവാചകനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക, ഒരു പ്രോഫറ്റ് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. ദൈവത്തിന് ആത്മാ പറയുന്നു, സഹോദരൻ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു. ആമേ സഹോദരം, ദൈവം നിങ്ങളിലൂടെ ചെയ്തെടുക്കാതെ അവരുടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരെ നന്ദി പറയുന്നു. അവർ സഹോദരം അവരിലൂടെ ചെയ്തെടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളെ തലമുറകളോട് ദൈവം അവൻ ചെയ്തെടുക്കാൻ പോവുക. താങ്ക് യു ഗ്ലോറി, താങ്ക് യു ഗ്ലോറി, താങ്ക് യു ഗ്ലോറി. ആമേൻ. സഹോദരം ഒരു പ്രോഫറ്റിനെ ഞാൻ കാണുന്നു. ആമേൻ. സഹോദരം ഒരു പ്രോഫറ്റിനെ ഞാൻ കാണുന്നു. ആമേൻ. സെന്ററിൽ ഇരിക്കുന്ന തലമുറ സഹോദരം ആ രണ്ടാമത്തെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ശക്തിമേറിയ കരം ആമേൻ ഇറങ്ങി വരുന്ന ഞാൻ കാണുന്നു. ഒരു പ്രോഫറ്റായിട്ട് ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. റീമോ രമോ ശമാ രഗൽധന അസ്തമോരി ബാലശബ്ദ ജോരി ഹറ്റ വൈഡതേരി റിഗലറ്റോരി പ്രൗഢ ബാലശബ്ദ ദോരി ബാലശബ്ദന റിഗലറ്റേരി വൈഡകലക ശബ്ദതേരിബ. സഹോദരം, അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച മാത്രം പോരാ, നമ്മൾ ചിലത് പറയാൻ തുടങ്ങണം. സഹോദരം, നമ്മൾ എന്തോ കൽപ്പിക്കുന്നു, എന്തോ സംസാരിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. സഹോദരം ആമേൻ. നീ ദേശത്തിലേക്ക് നീ ആമേൻ സഹോദരം പോകുമെന്ന് നീ ആഗ്രഹിച്ച് നീ സംസാരിക്കാൻ തുടങ്ങിയാൽ സഹോദരം നീ അങ്ങനെ തന്നെ പറയണം, ഞാൻ ദേശത്തിലേക്ക് ഞാൻ കടക്കും, ഞാൻ ദേശത്തിലേക്ക് ഞാൻ ശുശ്രൂഷിക്കും. നീ അങ്ങനെ പറയുമ്പോൾ അതിന്റെ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. സഹോദരം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലയിൽ തന്നെ കൈവച്ച് നീ പറയണം, ഐ എം എ റിവൈവൽ, ഐ എം എ റിവൈവൽ, ഐ എം എ റിവൈവൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇനി പ്രാർത്ഥിക്കാൻ കഴിയുമോ, നീ പറയാൻ കഴിയുമോ? ദൈവം നിന്നെ ഉണർവിന് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ പോവുക. ആമേൻ. ദൈവം ഒരു പട്ടണത്തിൽ ഒരു കാര്യം ദൈവം ചെയ്തെടുക്കുകയാണെങ്കിൽ സഹോദരം ആമേൻ, ദൈവം നോക്കുന്നത് ആമേൻ പ്രാർത്ഥിക്കുന്ന സഹോദരം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഹോദരം ആമേൻ, എത്ര പേര് ശരിയായിട്ട് ആരാധനയ്ക്ക് പോകുന്നു, എത്ര പേര് നന്നായിട്ട് ബൈബിൾ വായിക്കുന്നു, ഇതല്ല ദൈവം നോക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആരാ എപ്പോഴും കണക്റ്റിൽ ഇരിക്കുന്നത്, അവരെയാണ് ദൈവം നോക്കുന്നത്. ആമേൻ. സഹോദരൻ, നിനക്ക് പറയാൻ കഴിയുമോ, ഞാൻ ആയിരിക്കുന്ന പഠനത്തിൽ ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ കറക്റ്റായിട്ടിരിക്കുന്നു? എപ്പോൾ എന്നെ രാത്രി ദൈവം ഉറക്കത്തിന്റെ സമയം ഉണർത്തിയാലും ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ, എത്ര പേര് അതിന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? സഹോദരം ചിലവർക്ക് സഹോദരം രാത്രി ഉണർത്തി കഴിയുമ്പോൾ സഹോദരം ഇന്നല്ല നാളെ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമ്പോൾ സഹോദരൻ നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന വിടുതൽ മിസ്സാക്കി പോവുകയാണ്. ആമേൻ. രാത്രി ദൈവം എന്നെ ഉണർത്തുമ്പോൾ നീ ആ സമയം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. സഹോദരം അവൻ ഉദാഹരണം പറയുമ്പോൾ എന്നെ തന്നെ ഞാൻ പറയാം. എന്നെ ദൈവം രാത്രി മൈക്കലിനെ ഉണർത്തുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ 1 മൈക്കലില്ലെങ്കിൽ 10 മൈക്കലിനെ ദൈവം പുറത്ത് കിട്ടും. ദൈവത്തിന് വേണ്ടത് ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുന്നവരാണ് ദൈവത്തിന് വേണ്ടത്. സഹോദരം, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അയ്യോ ഞാൻ 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, 4 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടോ? ഞാൻ പറയാം, നീ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചാലും ഇല്ല 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനായി നീ ആയിത്തീർന്നാൽ നിന്നെ ഒരു പിശാചനും തൊടുവാൻ കഴിയത്തില്ല. സഹോദരം, ഇന്ന് ഞാൻ എന്റെ ചർച്ചയിലെ ശുശ്രൂഷകൾ പറഞ്ഞു, അവൻ പരിശുദ്ധാത്മാവിനെ നീ വ്യക്തിപരമായി നീ അനുവദിച്ചാൽ ആ പരിശുദ്ധാത്മാവ് നീ ആയിരിക്കുന്ന പഠനത്തിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും. ആമേൻ. പരിശുദ്ധ ആത്മാവിനെ നിന്റെ കുടുംബത്തിൽ അനുവദിച്ചാൽ നിന്റെ കുടുംബം ആമേൻ ദൈവം മാനിച്ചിരിക്കും.
സഹോദരം, നിന്റെ ബിസിനസ്സിനകത്ത് പരിശുദ്ധാത്മാവിനെ നീ അനുവദിച്ചാൽ നിന്റെ ബിസിനസ്സിനെ ദൈവം അവൻ അനുഗ്രഹിച്ചിരിക്കും. നിന്റെ ശുശ്രൂഷനകത്ത് അവൻ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ, സഹോദരം, എങ്ങനെ അനുവദിക്കുന്നത്? ഞാൻ ശുശ്രൂഷ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, സഹോദരം, നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന ശുശ്രൂഷകൾ ആത്മാവിൽ നമ്മളുള്ള ശുശ്രൂഷയാണ് ചെയ്യുന്നത്. നന്നായിട്ട് എനിക്ക് എൻ്റെ ആഗ്രഹം, എവിടെ മീറ്റിംഗ് നടത്തിയാലും ദൈവപ്രവൃത്തി ഇല്ലാതെ സഹോദരൻ ആരാധന നിർത്തത്തില്ല. സഹോദരം, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ ദൈവ സാന്നിധ്യം ഇറങ്ങാതെ, ദൈവശബ്ദം കേൾക്കാതെ ഞാൻ അവൻ സഹോദരൻ എഴുന്നേറ്റ് വരത്തില്ല. അതാണ് ബന്ധം. അമ്മേ, നമ്മൾ ലോകപരമായിട്ട് നമ്മളെ സഹോദരം അപ്പനെ വിളിക്കുമ്പോൾ അപ്പൻ എത്ര പ്രാവശ്യം ഫോൺ എടുത്തില്ലെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും വിളിക്കുക. എന്നാൽ നമ്മൾ സ്നേഹം പങ്കുവെക്കാനുണ്ട്. അമേൻ സഹോദരം, അമേൻ. അവർ ഫോൺ എടുത്തില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര സഹോദരം ടെൻഷനാ. സഹോദരം, ഫോൺ എടുത്ത് നമ്മോട് സംസാരിച്ചാൽ, അമേൻ, എൻ്റെ അപ്പനുണ്ട്, എന്നോട് സംസാരിക്കാൻ അപ്പനുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആശ്രയിപ്പാൻ സർവശക്തൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് ആത്മാവ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾ ഇന്ന് ഈ ഡേറ്റ് എഴുതി വെച്ചോ, ഇന്ന് ഈ ഡേറ്റ് എഴുതി വെച്ചോ. സഹോദരം, ഈ ഗോഡ് ഈസ് ലവ് മിനിസ്ട്രി എന്ന് മൈക്കിൾ പാസ്റ്ററിനെ ശുശ്രൂഷിച്ചു. ഇങ്ങനെയുള്ള ദൂതുകൾ പറഞ്ഞു. ഇങ്ങനെ എഴുതി വെച്ചോ. സഹോദരം, ഇനി നിങ്ങൾ വരുന്ന ദിവസത്തിൽ എന്നോട് പറയും. ഫ്ലാഷ് ന്യൂസുകളിൽ ഇവിടത്തെ സഹോദര വീഡിയോ ക്ലിപ്പുകൾ ഇന്റർനാഷണൽ ലെവലുകളിൽ ദൈവത്തിന്റെ ആത്മാവ് സ്പ്രെഡ് ചെയ്യാൻ പോവുക. രോഗികൾ സൗഖ്യമാകുന്നതിന്, സഹോദരം അത്ഭുതങ്ങൾ വെളിപ്പെടുന്നതിന് സഹോദരൻ ചില ഫ്ലാഷ് ന്യൂസുകളിൽ ഇടുന്ന വെളിപ്പാട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സഹോദരം ഒരു തളത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഗോഡ് ഈസ് ലവ് മിനിസ്ട്രിനെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ സർത്തൽ എടുക്കുന്ന ഒരു ഫീലിംഗ് ഉള്ളവർ, ഈ വോമിറ്റ് എടുക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാ തൊടാൻ പോവുക. ഈ വോമിറ്റ് ഫീലിംഗ് വരിക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു വോമിറ്റ് ഫീൽ വരുന്നുണ്ട്. സഹോദരൻ, വോമിറ്റ് ചിലപ്പോൾ വരുന്നുണ്ട്, ചിലപ്പോൾ വരുന്നില്ല. അകത്തിരിക്കുന്ന ആഹാരത്തെ പുറത്തെടുക്കണം. അങ്ങനെ എടുത്താൽ എനിക്കൊരു അസ്വസ്ഥത, എനിക്ക് ഒരു പീസ്ഫുൾ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ ആര് ഇതിനകത്തുണ്ടോ, ദൈവം ഇപ്പോൾ തന്നെ നിങ്ങളെ സൗഖ്യമാക്കുക. യേശുവിന്റെ നാമത്തിൽ അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾ സൗഖ്യമാക്കുക. ഇന്ന് കണ്ട മിസ്രൈമ്യരെ ഇനി ഒരിക്കലും നിങ്ങൾ കാണത്തില്ല. ആമേൻ. സഹോദരം ശകലമാന രിഗലതാരി വൈഡഗലഗ ദൈവത്തിന്റെ ആത്മ പറയുന്നു, സഹോദരം, ഈ വൈറ്റിന്റെ ഇടതുഭാഗത്ത് കിഡ്നി ആണോ എന്ന് അറിയത്തില്ല. സഹോദരം ഏതോ ഒരു ഭാഗത്ത് വേദന അനുഭവിക്കുന്ന വ്യക്തികളെ ദൈവം തൊടുന്നു. ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ വൈറ്റിന്റെ ഇടതുഭാഗത്ത് സഹോദരം ആ ഭാഗത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ അടിക്കുക. ഇപ്പോൾ ദൈവം നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുക. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തൊന്ന് കൈവച്ച്, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും രോഗമുള്ള സ്ഥലത്തൊന്ന് കൈവച്ച് ദൈവം ഇപ്പോൾ സൗഖ്യമാക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അടിപ്പിണറുകളാൽ ഇപ്പോൾ ഒരു സൗഖ്യം വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നിങ്ങൾ അന്യഭാഷയിലാക്കുക. നിങ്ങൾ ആരൊക്കെ സഹോദരം കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ വിടുതൽ അയച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സഹോദരം, തുടർന്ന് എനിക്ക് 10 മിനിറ്റ് കൂടുതൽ തന്ന സഹോദരനെ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഹോദരൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത്രയും സമയം 35 പേര് സഹോദരം ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ദൈവവചനം കേൾക്കുവാൻ ദൈവം സഹായിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പറഞ്ഞ വചനം എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരൻ, എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരം. ദൈവം ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.